നൂഡിൽസും അതേപോലെ ഫ്രൈഡ് റൈസ് എല്ലാം വാങ്ങിച്ചെടുത്താലും അവൻ അവസാനം അവൻ ഇതിൽ വന്ന് മാത്രം നോക്കി വെച്ചോണ്ടേ ഏത് ഹോട്ടലിൽ കണ്ടാലും ഇവരെ മസാല ദോശയാണ് ഇവൻ്റെ മെയിൻ ഐറ്റം, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ കടകളിൽ. എനിക്ക് ഇതിൽ കൂടുതൽ ഇവന് ഇൻട്രോ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു നൂഡിൽസ് കഴിക്കാൻ പോയാലോ? എപ്പോഴും നമ്മൾ നോൺ വെജും കാര്യങ്ങളല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൽ ഒരു നൂഡിൽസ് കഴിക്കാനായിട്ട് പോവാം. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഒരാഗ്രഹം നൂഡിൽസ് കഴിക്കണം എന്നുള്ളത്. അതിപ്പം വെജായാലും നോൺ വെജായാലും എനിക്ക് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. കുറച്ച് ദിവസം കൊണ്ട് നൂഡിൽസ് കഴിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ എന്തോ പല പല കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ ഒരു ആഗ്രഹം നടത്താൻ പറ്റിയില്ല. പല പല തടസ്സങ്ങൾ വന്നു. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ഇന്ന് കഴിക്കാൻ ഒരവസരം കിട്ടി. അപ്പം ഇന്ന് അമ്മ പറഞ്ഞു നോൺ വെജ് കഴിക്കണ്ട, വെജ് കഴിച്ചാൽ മതി. എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ തിരുവാതിരയാണെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പരിപാടി ഉണ്ടായിരുന്നു, തിരുവാതിരയാണ്. അപ്പം ഇന്ന് ഞാൻ എടുക്കുന്ന ടൈം തിരുവാതിര ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വെജ് കഴിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ശരി, ഓക്കെ. ഇന്ന് കോവിലിൽ എന്തായാലും കഞ്ഞിയെ കിട്ടൂ. അപ്പം എനിക്ക് കഞ്ഞിയെക്കാട്ടിലും കൂടുതൽ നൂഡിൽസാണ് താല്പര്യം. അപ്പോൾ എങ്കിൽ പിന്നെ നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിൽ പോയി നൂഡിൽസ് കഴിക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സായി അനന്താസിലെത്തി അകത്ത് കയറി. അങ്ങനെ വെയിറ്ററിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെയിറ്ററൊക്കെ വന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇനി ഫുഡ് കുറച്ച് ലേറ്റാകും. നമ്മൾ പറഞ്ഞ സാധനമൊക്കെ അങ്ങനത്തേതായതുകൊണ്ട് എല്ലാം റെഡിയായി വരും. അങ്ങനെ ഓരോരോ സാധനങ്ങൾ വന്നു. ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എനിക്ക് നൂഡിൽസ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഇതിലാണ് ഞാൻ വന്നത്. പിന്നെ ഇന്ന് വെജിറ്റേറിയനെ കഴിക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വെജിറ്റേറിയൻ കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നൂഡിൽസ് വാങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ കൈയിട്ടുകൊണ്ട് പോകുന്നുണ്ട്. നൂഡിൽസ് അടിച്ചു മാറ്റി കഴിക്കണതാണ്. എൻ്റെ ഫ്രണ്ടാണ് അവൻ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ്. അവനും ടേസ്റ്റ് ചെയ്തു. അവൻ എൻ്റെ ഫുഡ് കഴിഞ്ഞ ശേഷം ഞാൻ അവൻ്റെ ഫുഡും ട്രൈ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റുള്ള നൂഡിൽസ് ആയിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നൂഡിൽസിനെ നമുക്ക് എടുത്ത് പതുക്കെ നമുക്ക് സോസുമായിട്ട് മുക്കി നമുക്കൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് നോക്കാം. അങ്ങനെ സോസ് മുക്കിയ നൂഡിൽസ് കഴിക്കുന്നതാണ്, നല്ല ടേസ്റ്റുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടുകൊണ്ട് ഒരുത്തൻ ഷോ കാണിക്കണതാണത്. അങ്ങനെ അവൻ്റെ വക കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ വെജ് പുലാവാണ് പറഞ്ഞത്, പനീർ പുലാവാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അവനും ടേസ്റ്റ് ചെയ്ത് നോക്കി. അവനും ഓക്കെ ആണെന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് അവൻ കഴിക്കാൻ തുടങ്ങുന്നു. എൻ്റെ ഇത് കഴിഞ്ഞു. ഇനി ഞാനും അവൻ്റെ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് ഫുഡ്, എങ്ങനെ കൊള്ളാമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പനീറും ഒക്കെ ചേർത്ത് റൈസും ചേർത്ത് അങ്ങനെ കഴിച്ചു നോക്കി. ഇതാണ് ഇത്. കാണാൻ കൊള്ളാം, നല്ല സ്മെല്ലും ഉണ്ട്. അങ്ങനെ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. അവസാനം നമ്മൾ ഒരു ലൈം ജ്യൂസും വാങ്ങിച്ച് ഇത് ചെയ്തു. ഇവിടുത്തെ ലൈം ജ്യൂസ് നല്ല ടേസ്റ്റാണ്. കുടിച്ചു നോക്കിയപ്പം തോന്നി, മറ്റേ ജ്യൂസ് കടകൾ പോലെയല്ല. ഇവിടെ ലൈം ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത് കുടിച്ചപ്പോഴേ ഒന്ന് ഫ്രഷ് ആയതുപോലെ. നൂഡിൽസും അതേപോലെ ഫ്രൈഡ് റൈസ് എല്ലാം വാങ്ങിച്ചെടുത്താലും അവൻ അവസാനം അവൻ ഇതിൽ വന്ന് നിൽക്കും. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കലാവിരുത്. ഇവനാണ് മുഖത്തിനെ നോക്കി വെച്ചോണ്ടേ ഏത് ഹോട്ടലിൽ കണ്ടാലും ഇവരെ മസാല ദോശയാണ് ഇവൻ്റെ മെയിൻ ഐറ്റം, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ കടകളിൽ. എനിക്ക് ഇതിൽ കൂടുതൽ ഇവന് ഇൻട്രോ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. മുഖമൊക്കെ സൂക്ഷിച്ച് വെച്ച് ഞാൻ സൂം ചെയ്ത് കാണിക്കണമുണ്ട്. മസാല ദോശയുടെ ഒരു ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ ആക്കാം. നല്ലൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.